Hello friends, welcome to Dhruv channel. എൻ്റെ പേര് ആശ വിനീത്. ഇന്ന് ഇവിടെ ഞാൻ വളരെ പെട്ടെന്ന് നമുക്ക് ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പീനട്ട് ബട്ടർ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. നിങ്ങളുടെ കയ്യിൽ ഈ കാണുന്ന പോലെ തൊലിയുള്ള പീനട്ട്, അതായത് കപ്പലണ്ടിയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിൻ്റെ തൊലി കളയുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വറുക്കണം. വറുത്ത ശേഷം അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് തൊലി കളഞ്ഞ് കിട്ടിയ ഇതുപോലെ തൊലി കളഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഇതാണ് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ ഈസിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇത് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞതായിരിക്കും, ഇത് സാൾട്ടഡും ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചേർക്കേണ്ടതില്ല. ജസ്റ്റ് നമുക്കത് അതിൻ്റെ പ്രോസസ്സിലോട്ട് കടന്നാൽ മതി. അപ്പോൾ ഞാൻ ഇത് നിങ്ങളെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. മറ്റേതാണെങ്കിൽ തൊലി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വറുക്കുക, എന്നിട്ട് തൊലി കളഞ്ഞെടുക്കുക. ഇത് വറുത്ത കപ്പലണ്ടി കൂടിയാണ് കേട്ടോ. അപ്പോൾ വറുത്ത് തൊലി കളഞ്ഞ് സാൾട്ടഡ് ആയിട്ടുള്ള പീനട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പലണ്ടി നമുക്ക് ജസ്റ്റ് അത് ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഞാൻ ഒരു 1.5 കപ്പ് കപ്പലണ്ടി ചേർക്കുകയാണ്. ഈ ചെറിയ ജാറിൽ അത്രയാണോ ഒതുങ്ങുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 കപ്പോ 3 കപ്പോ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ 3 കപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ ജാറ്, നമ്മൾ ദോശമാവൊക്കെ അരയ്ക്കണ ആ ജാറിൽ എടുക്കണം കേട്ടോ. ഇനി നമുക്കിത് അരയ്ക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ അരയ്ക്കല്ല ചെയ്യേണ്ടത്, നമുക്കൊരു 3-4 പൾസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 4 പൾസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ 4 പൾസ് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് അത് പൊടിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ആ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഒതുക്കി കൂട്ടാം. എന്നിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് നന്നായിട്ട് അരയ്ക്കണം. 1 അല്ല 2 പ്രാവശ്യം നമുക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് അരയ്ക്കണം. ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് കൂടി നന്നായിട്ട് അരയ്ക്കണം. മുപ്പത് സെക്കൻഡ് ഞാനിത് നന്നായിട്ട് അരച്ചു, നിങ്ങൾ കണ്ടതല്ലേ. ഇനി നമുക്കിതൊന്ന് തടുത്ത് കൂട്ടിയിട്ട് നമുക്കൊരു 40-45 സെക്കൻഡ് കൂടി നന്നായിട്ട് അരയ്ക്കുക. ഇവിടെ നന്നായിട്ട് അരഞ്ഞു ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി ക്രഞ്ചി പീനട്ട് ബട്ടർ വേണമെങ്കിൽ, അങ്ങനെ ഇറങ്ങുന്നുണ്ടല്ലോ മാർക്കറ്റിൽ, അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു 4 പൾസ് ചെയ്ത് വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് പൊടി മാറ്റി വയ്ക്കുക. കപ്പലണ്ടിയുടെ ആ ഒരു 2 ടീസ്പൂൺ എടുത്തോ 3 ടീസ്പൂൺ എടുത്തോ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ അരച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം ചെയ്ത് മിക്സ് ചെയ്താൽ മതി ഇത്. അപ്പോൾ നമ്മുടെ ക്രഞ്ചി പീനട്ട് ബട്ടറും ആയി. അപ്പോൾ ചിലർക്ക് ഈ പീനട്ട് ബട്ടർ എൻ്റെ ഒപ്പം ഇടയ്ക്കിടയ്ക്ക് അത് കടിക്കാൻ ഇഷ്ടമായിരിക്കും, അങ്ങനെയുള്ളവർക്ക് അങ്ങനെയായി കേട്ടോ. അപ്പോൾ ഇത് പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ചിലവർക്ക് മധുരം ഇഷ്ടമായിരിക്കും ഇതിൻ്റെ ഒപ്പം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ ശർക്കര അല്ലെങ്കിൽ ഡേറ്റ്സ്, അതായത് ഈന്തപ്പഴമൊക്കെ ചേർക്കാം. 1-2 ഈന്തപ്പഴം ചേർത്ത് കൂട്ടി അരച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര, ഒരു കുറച്ച് പഞ്ചസാര ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൊലിയുള്ള പീനട്ട് ആണെങ്കിൽ നിങ്ങളത് വറുത്ത ശേഷം തൊലി മാറ്റിയെടുത്തിട്ട് അത് അരയ്ക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പ് ചേർക്കുക. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ആദ്യം ചേർക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എത്ര അളവാണ് എടുക്കുന്നത് ആ പീനട്ടിനനുസരിച്ച് നിങ്ങൾ കുറച്ച് ഉപ്പ് ചേർക്കുക. വളരെ ഈസി ആയിട്ട് 2 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ പീനട്ട് ബട്ടർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. സ്റ്റേ ഹെൽത്തി, ഹാപ്പി.